ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. കിച്ചൺ ക്ലീനിങ് ആണ്. ഞാൻ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അടുക്കള നല്ല വൃത്തികേടാട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ എടുത്ത് ആദ്യം ചെയ്യുന്നത് ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടാണ് മെയിൻ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യാൻ പോവുക. ഞാൻ എപ്പോഴും അങ്ങനെയാട്ടോ ചെയ്യാറ്. പാത്രങ്ങളെല്ലാം വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റൗ ക്ലീൻ ചെയ്യാനാട്ടോ പോകുന്നത്. സ്റ്റൗ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡിഷ് വാഷർ എടുക്കും, അതിൽ കുറച്ച് വെള്ളവും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് ചെറിയ ടൂത്ത് ബ്രഷ് ഇല്ലേ, മക്കളുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിനിടയിലൊക്കെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോഴാണ് ക്ലീൻ ആവുള്ളൂ. വലുതാകുമ്പോൾ എൻ്റെ സ്റ്റൗവിൽ അങ്ങനെ ഇടയിൽ കയറാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുതിട്ടിട്ടാണ് എപ്പോഴും ക്ലീൻ ചെയ്യുക. നല്ലോണം ക്ലീൻ ആവും കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ നല്ലതുപോലെ ക്ലീനായി കിട്ടും. എന്നിട്ട് എല്ലാവിടെയും നന്നായിട്ട് ഉരച്ച് 3 സ്റ്റൗവിലും ഉരച്ച് ഇതാക്കിയിട്ട് നമ്മൾ ഇനി ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് എനിക്കൊരു സിലിക്കോണിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സ്ക്രബ്ബർ. അത് വെച്ചിട്ട് ഈ വാഷിംഗ് ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയ അത് തന്നെയാണ് ഞാൻ അതിൽ ടോപ്പിലേക്കും ഉപയോഗിക്കുന്നത്. എന്നിട്ട് മൈക്രോ ഫൈബറിൻ്റെ ഒരു തുണി ഇട്ടിട്ട് നല്ലോണം തുടച്ചെടുക്കും. 2-3 തവണയൊക്കെ ഞാൻ തുടയ്ക്കും കേട്ടോ, എന്നാലേ നല്ല വൃത്തിയായി കിട്ടുള്ളൂ. നല്ലവണ്ണം കഴുകി തുണിയെല്ലാം നന്നായി കഴുകി നല്ലവണ്ണം തുടച്ചെടുക്കും. അപ്പോഴാണ് നല്ല വൃത്തിയായി കിട്ടുള്ളൂ. സ്റ്റൗവെല്ലാം നന്നായി തുടച്ച് 1-2 തവണ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം എടുത്ത് പെരക്കി അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുക കേട്ടോ. സ്റ്റൗവിൻ്റെ മേലത്തെ ആ ബർണറും ബർണറൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ കഴുകാറുള്ളൂ കേട്ടോ. കാരണം വെയിലുണ്ടെങ്കിൽ മാത്രമേ ബർണറൊക്കെ കഴുകാറുള്ളൂ. ഇല്ലെങ്കിൽ ബർണറിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കുറേ സമയം എടുക്കും അത് കത്താൻ. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ മാത്രമേ ബർണർ കഴുകാറുള്ളൂ. അതിൻ്റെ സ്റ്റാൻഡെല്ലാം 2 ദിവസം കൂടുമ്പോൾ കഴുകാറുണ്ട്. അപ്പോൾ എല്ലാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് 2 തവണയെങ്കിലും ഞാൻ കൗണ്ടർ ടോപ്പ് തുടയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ വൃത്തിയാവില്ല. അങ്ങനെ വോളും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പോട്ടുകളൊക്കെ മാറ്റി തുടച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സിങ്ക് ഒന്ന് കഴുകി വിടാമെന്ന് പറഞ്ഞാൽ സിങ്കും സിങ്ക് കഴുകുകയാണ്. സിങ്ക് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ എല്ലായിടത്തും തുടച്ച് വിടുന്നുണ്ട്. പൈപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പൈപ്പിൽ തുടയ്ക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അതിൽ അഴുക്കുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ പൈപ്പും നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായി കേട്ടോ അടുക്കള. നല്ല ആദ്യത്തെ പോലെയല്ല, ആദ്യം എങ്ങനെ കിടന്നിരുന്നതാണ്, ഇപ്പം നല്ല വൃത്തിയായി. നമ്മൾ വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ച പാത്രവും ഇത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. നല്ല വൃത്തിയായി കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉണങ്ങിയിട്ട് എടുത്ത് വയ്ക്കും.